നല്ലവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന പരമ്പര ബൈബിളിനെ കുറിച്ചുള്ളതാണ്. ഭൂമിയിലുള്ള സകല മനുഷ്യരും വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട വിശുദ്ധമായിട്ടുള്ള ദൈവവചനം ബൈബിൾ. ഈ വിഷയത്തിൻ്റെ 97ാമത്തെ അവതരണത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ പഠന വിഷയം ഇപ്പോൾ ബൈബിളിൻ്റെ അധികാരം. ബൈബിളിന് നമ്മുടെ മേലൊരു അധികാരമുണ്ട്. ആ അധികാരം നാം തിരിച്ചറിഞ്ഞ് കീഴ്പ്പെടണം. എങ്കിൽ മാത്രമേ വചനം നമുക്ക് അനുഗ്രഹമാവുകയുള്ളൂ. ബൈബിളിനെ സാധാരണ ഒരു പുസ്തകത്തെ പോലെ സമീപിക്കുന്നവർക്ക് ബൈബിളിൽ നിന്ന്, ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് യാതൊരുവിധ സഹായവും അനുഗ്രഹവും ഉണ്ടാകില്ല. അപ്പോൾ ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ബൈബിൾ നമ്മുടെ ധാർമ്മിക, സന്മാർഗ, സദാചാര ജീവിതത്തിന് അനിവാര്യമാണ്, പൂർണ്ണമായി അനിവാര്യമാണ്, തികവുള്ള പരിപാലകനാണ്, നടത്തുവാൻ മതിയായതാണ് എന്ന് തിരിച്ചറിയണം. എന്നിട്ട് മാത്രമാണ് ബൈബിളിനെ സമീപിക്കേണ്ടത്, ബൈബിൾ വായിക്കേണ്ടത്, ബൈബിൾ പ്രസംഗിക്കേണ്ടത്, ബൈബിൾ കേൾക്കേണ്ടത്. ഇപ്പോൾ ബൈബിളിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഈ മനോഭാവം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ സകല ആത്മീക ആവശ്യങ്ങളും നൽകിത്തരുവാൻ പര്യാപ്തമാണ് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം, നമ്മെ പൂർണ്ണരാക്കാൻ, തികഞ്ഞവരാക്കുവാൻ. അപ്പോൾ ബൈബിളിൻ്റെ അധികാരം നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കണം. മറ്റൊരു പുസ്തകത്തിന്, മറ്റൊരു ഗ്രന്ഥത്തിന് ഈ സ്ഥാനമില്ല. ബൈബിളിന് മാത്രമാണ് നമ്മുടെ മേൽ അവകാശമുള്ളത്. പക്ഷെ അത് നാം മനഃപൂർവ്വമായി കൊടുക്കണം, ആ അധികാരത്തിന് വിധേയപ്പെടണം. ദൈവത്തിൻ്റെ വചനം ദൈവവചനമാണ്. ആദ്യമായി നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവനം പഠിക്കുന്ന, കേൾക്കുന്ന, പ്രസംഗിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ദൈവവചനം നമ്മെ സ്വാധീനിക്കണമെങ്കിൽ നാം ആദ്യമായി മനസ്സിലാക്കണം, ബൈബിൾ ദൈവവചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യനെ എഴുതി ഉണ്ടാക്കിയതല്ല, ദൈവത്തിൻ്റെ പുസ്തകമാണ്, ദൈവം മനുഷ്യൻ നൽകിയ വെളിപാടാണ്. അപ്പോൾ ഈ വിഷയ പഠനത്തിൽ ആദ്യമായി നമ്മൾ ചിന്തിച്ച്, ബൈബിൾ അവകാശപ്പെടുന്നു ദൈവശ്വാസീയമായ വെളിപാടാണ് ബൈബിൾ. ഇത് ബൈബിൾ സ്വയം അവകാശപ്പെടുന്നുണ്ട്. നാം അത് അംഗീകരിക്കണം, സംശയിക്കരുത്. ദൈവനെ കേൾക്കുമ്പോൾ മറ്റ് വിഷയങ്ങൾ, മറ്റ് പ്രസംഗങ്ങൾ കേൾക്കുന്നതിന് വ്യത്യസ്തമായിരിക്കണം നമ്മുടെ മനോഭാവം. ഈ പഠനത്തിൽ 2 വാക്കുകൾ പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്ന് വെളിപാട്, മറ്റൊന്ന് ദൈവശ്വാസീയത. വെളിപാടെന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി, വെളിപാടെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തന്നെ തുറന്നു കാണിക്കുകയാണ്, തന്നെ വെളിപ്പെടുത്തുകയാണ്. തൻ്റെ ഹിതം, ഇഷ്ടം, ആലോചന, പദ്ധതി മനുഷ്യനോട് ദൈവം നേരിട്ട് അറിയിക്കുകയാണ്. ദൈവം അറിയിച്ച ഈ കാര്യങ്ങൾ ഭൂമിയിലൊരു മനുഷ്യനും അവൻ്റെ കഴിവ് കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട്, മറ്റ് യാതൊരുവിധ യോഗ്യതകൾ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. ദൈവം അറിയിച്ചു തരാതിരുന്നാൽ മനുഷ്യന് അറിയാൻ കഴിയില്ല. ദൈവം അറിയിച്ചു, പല മാർഗങ്ങളിലൂടെയാണ് അറിയിച്ചത്. എബ്രായലേഖനത്തിൽ പറഞ്ഞതുപോലെ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്യുന്നപ്പോഴും ദൈവമാണ്. ചിലപ്പോൾ അത് സ്വപ്നത്തിലൂടെയാകാം, ദർശനത്തിലൂടെയാകാം, ദൈവം നേരിട്ട് മനുഷ്യനോട് സംസാരിക്കുന്നതാകാം. പ്രവാചകന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മനസ്സിൽ ദൈവം തൻ്റെ വാക്കുകൾ കൊടുക്കുന്നതാകാം. ദൂതന്മാരിലൂടെ സംസാരിക്കും, തൻ്റെ ദൂത് അറിയിക്കും. അവസാനം ദൈവം തൻ്റെ സ്വന്തം പുത്രനെ അയച്ചു, കർത്താവ് യേശു. ഇപ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. ഈ വെളിപാട് ആദ്യം പ്രകൃതിയിൽ നടത്തി. അതിനെക്കുറിച്ച് പ്രവർത്തികളുടെ പുസ്തകം 14-17, റോമർ 1:20, സങ്കീർത്തനം 19:1 ഇവിടെയൊക്കെ നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ വിധാനം, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസ്താവിക്കുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് പ്രകൃതി മുഴുവൻ. ഇപ്പോൾ ദൈവം മനുഷ്യനെ വെളിപ്പെടുത്തുകയാണ്. മനുഷ്യർക്ക് മനുഷ്യനെ തന്നെ കാണാൻ കഴിയുന്നത് വചനപരിജ്ഞാനത്തിലൂടെയാണ്. മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ്. പക്ഷേ പലപ്പോഴും ദൈവമക്കളായിരിക്കുന്ന പഴയമകാലത്തുള്ള യഹൂദന്മാർക്ക് പോലും ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ദൈവം എന്താണ് ഇടപെടുന്നത്, എന്താണ് ദൈവം ചെയ്യുന്നത്. ആ 2 ശിഷ്യന്മാരുടെ ചിത്രം നമ്മൾ കണ്ടു എമ്മാവസിലേക്കുള്ള യാത്രയിൽ, ലൂക്കോസ് 24-ാം അധ്യായം. നമുക്ക് ശൗൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാം. ശൗൽ, കർത്താവിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ട ആദ്യ നാളുകളിൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ യഹൂദ മതത്തിൽ അഗ്രഗണ്യനായി തൻ്റെ പാരമ്പര്യങ്ങളിൽ എരിവോടുകൂടി തീഷ്ണതയോട് ജീവിച്ചൊരു മനുഷ്യൻ, ഗമാലിയൻ്റെ കീഴിലിരുന്ന് വചനം പഠിച്ച, ന്യായപ്രമാണം പഠിച്ച മനുഷ്യൻ, വിദഗ്ധനായ, പണ്ഡിതനായ, വാഗ്മിയായൊരു മനുഷ്യൻ, നല്ലൊരു പ്രാസംഗികൻ, നല്ലൊരു ചിന്തകൻ, നല്ലൊരു എഴുത്തുകാരൻ, നല്ല സ്വാധീനമുള്ള മനുഷ്യൻ. ഈ മനുഷ്യന് പക്ഷേ വാസ്തവത്തിൽ മനസ്സിലായില്ല കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്തുകൊണ്ട് ക്രൂസിൽ എന്തുകൊണ്ടാണ് കർത്താവ് യേശു മരിച്ചത് എന്ന് ഈ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കർത്താവ് യേശുവിൻ്റെ ക്രൂസിലെ മരണം മനുഷ്യൻ്റെ പാപപരിഹാരത്തിന്, രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. മനുഷ്യന് ആവശ്യമായ രക്ഷ, ആ രക്ഷ ദൈവം നൽകുന്നതിൻ്റെ പുത്രൻ്റെ യാഗത്തിലൂടെയാണ്. ഇതൊന്നും ന്യായപ്രമാണം പഠിച്ച മനുഷ്യന് മനസ്സിലായില്ല.
അവൻ്റെ അടുക്കൽ യേശു പ്രത്യക്ഷപ്പെട്ടു. ഇവൻ ദമസ്കസിലേക്ക് ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ പിടിച്ചുകെട്ടി കൊല്ലുവാൻ വേണ്ടി യാത്ര പുറപ്പെടുന്ന സമയത്ത് കർത്താവ് യേശു അവന് പ്രത്യക്ഷപ്പെട്ടു. അതവൻ്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തി, പരിവർത്തനം വരുത്തി. വ്യക്തിപരമായി കർത്താവ് അവനോട് ഇടപെട്ടു. ഇത് പൗലോസ് തന്നെ വ്യക്തമായ ഗലാത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഇപ്രകാരം പറയും. ക്രൂസിൻ്റെ പ്രാധാന്യം, ക്രൂസിൽ കർത്താവ് യേശുവിൻ്റെ യാഗത്തിൻ്റെ പ്രാധാന്യം, അത് എത്രത്തോളം രക്ഷയ്ക്ക് അനിവാര്യമാണ്, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് എത്രത്തോളം അത് പ്രാധാന്യമുള്ളതാണ് എന്ന് പൗലോസിന് മനസ്സിലായത് ക്രിസ്തു പറഞ്ഞു കൊടുത്തപ്പോഴാണ്, ക്രിസ്തു വെളിപ്പെടുത്തിയപ്പോഴാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ പൗലോസിൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ സുവിശേഷം മനുഷ്യനിൽ നിന്നുണ്ടായതല്ല, മനുഷ്യനിൽ നിന്ന് വരുന്നതല്ല. ഈ ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിൽ വരില്ല. ഈ സുവിശേഷം അത് മാനുഷ്യമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. ഒരു മനുഷ്യനും എനിക്ക് പഠിപ്പിച്ചു തന്നതല്ല ഇത്. മനുഷ്യത് പ്രാപിച്ചതുമല്ല. പിന്നെ യേശുക്രിസ്തുവിൻ്റെ വെളിപാടിനാൽ അത്രയേ പ്രാപിച്ചത്. കർത്താവ് യേശുവിൻ്റെ വെളിപാട് എന്ന് താഴോട്ട് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയും. യഹൂദ മതത്തിലെ തൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ മുമ്പിലത്തെ നടപ്പ് എന്ന് പറയുന്നു. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടുക്കി, എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി, എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരേക്കാളും യഹൂദ മതത്തിൽ അധികം മുതിർന്നു വരികയും ചെയ്തു. അവൻ മതത്തിൽ മുതിർന്നവനാണ്, പക്ഷേ ദൈവത്തെ അറിഞ്ഞില്ല. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ കർത്താവ് യേശുവിനെ വെളിപ്പെട്ട് കിട്ടി. ക്രൂസിലെ മരണത്തെ അതിൻ്റെ അർത്ഥം മനസ്സിലായി. പൗലോസിന് കർത്താവ് യേശു തന്നെയാണ് വെളിപ്പെട്ടത്. വെളിപാടിലൂടെയാണ് അത് ലഭിച്ചത്. പൗലോസിന് വെളിപ്പെടുത്തി ക്രിസ്തുവിൻ്റെ ക്രൂസിലെ മരണത്തിൻ്റെ പ്രാധാന്യം എന്ത്. ഇത് വെറും മറ്റൊരു യഹൂദൻ്റെ മരണമല്ല. ക്രൂസിലെ ക്രിസ്തുവിൻ്റെ മരണം, ദൈവപുത്രനായ ലോകരക്ഷകനായ യേശുവിൻ്റെ മരണം ലോകത്തിൻ്റെ പാപം ചുവന്നൊഴിക്കാനാണ്, ലോകരക്ഷയ്ക്കാണ്. അപ്പോൾ വെളിപാട് ദൈവം തന്നെ തുറന്നു കൊടുത്തു, കാണിച്ചു കൊടുത്തു. ഇപ്പോൾ 2-ാമത്തെ വാക്കിലേക്ക് നോക്കാം. ദൈവശ്വാസീയത. ദൈവശ്വാസീയത എന്ന വാക്ക്, ഈ ദൈവശ്വാസീയത എന്ന വാക്ക്, ദൈവനിവേശിതം എന്ന വാക്ക് വരുന്നത് യവനപദത്തിൽ തിയോ ന്യൂസ്റ്റോസ്. തിയോ എന്നത് യവനവാക്ക്, തിയോ എന്ന യവനവാക്ക് ദൈവം എന്നർത്ഥമാണ്. ന്യൂസ്റ്റോസ്, തിയോ ന്യൂസ്റ്റോസ്, അതായത് ദൈവം ശ്വസിച്ചു. ഗോഡ് ബ്രീത്ത്, ദൈവം തൻ്റെ ശ്വാസം പകർന്നു. ഇതാണ് തിമോത്തിയോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ ഇതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലം അവിടെയാണ്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുമ്പോൾ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ. അവിടെ കാണാം ആ വാക്ക്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ. ഇവിടെ അല്ലാതെ തിരുവെഴുത്ത് വരില്ല. ഇത് തിരുവെഴുത്താണ്, ദൈവത്തിൻ്റെ വെളിപാടാണ്, ദൈവം ശ്വസിച്ചതാണ്, ദൈവം നൽകിയതാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ. എന്തിന്? ദൈവത്തിൻ്റെ മനുഷ്യൻ, അതായത് ദൈവത്തെ സ്നേഹിക്കുന്ന, ഭയപ്പെടുന്ന, അനുസരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. ദൈവം ചിലപ്പോൾ ഉപദേശിക്കും, ശാസിക്കും, ഗുണീകരിക്കും, അഭ്യസിപ്പിക്കും ഒക്കെ ചെയ്യും. ഈ മാർഗത്തിലൂടെ ഒരു മനുഷ്യനെ തികഞ്ഞവനാക്കും. പത്രോസ് ഈ ദൈവശ്വാസീയത എന്ന അവസ്ഥയെക്കുറിച്ച് കുറച്ച് വിശദീകരിച്ച് സംസാരിക്കും. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ പത്രോസ് എഴുതുമ്പോൾ എങ്ങനെയാണ് ദൈവം മനുഷ്യരെ ദൈവശ്വാസീയരാക്കി മാറ്റിയത്, എന്നിട്ട് എങ്ങനെയാണ് അവരെ കൊണ്ട് എഴുതിപ്പിച്ചത് എന്നുള്ളതിനെ അല്പം വെളിച്ചം തരുന്ന പത്രോസിൻ്റെ വാക്കുകൾ കേൾക്കാം. പത്രോസ് 2-ാം ലേഖനം 1-ാം അധ്യായം 20-21. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്നാദ്യം തന്നെ അറിഞ്ഞിരിക്കണം. വ്യാഖ്യാനം എന്ന വാക്ക് തെറ്റിദ്ധരിക്കേണ്ട. തിരുവെഴുത്തിലെ ഒരു വചനങ്ങളും സ്വന്തം കണ്ടുപിടുത്തമല്ല, സ്വന്തം ചിന്തകളിൽ നിന്ന് വരുന്നതല്ല, മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്നതല്ല എന്നുള്ളതാണ് സാരം. ഇപ്പോൾ തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ലെന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളു. ബൈബിൾ സമീപിക്കുമ്പോൾ ഈ തിരിച്ചറിവുണ്ടാകണം. എന്നിട്ട് പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. മനുഷ്യൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉയർന്ന ചിന്തകൾ ഉണ്ടാകില്ല. അതമ്പതിച്ചു പോയ മനുഷ്യൻ്റെ മനസ്സിൽ ഉന്നതമായ ദൈവത്തിൻ്റെ ഈ രക്ഷാപദ്ധതിയും ദൈവസ്നേഹവും കരുണയും കൃപയും ദൈവത്തിൻ്റെ സ്വർഗീയമായ ആലോചനകളും ഒന്നും മനുഷ്യൻ്റെ മനസ്സിൽ വരില്ല. അപ്പം പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. അതാണ് ദൈവത്തിൻ്റെ വചനം.
ഇപ്പോൾ ദൈവശ്വാസീയരായ മനുഷ്യൻ ഇംഗ്ലീഷിൽ പരിശുദ്ധാത്മാവരെ ചുമന്നു. ക്യാരീഡ് അലോങ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവരെ നയിച്ചു. അവൻ ഉപയോഗിക്കുന്ന യവന വാക്ക് ഫെറോമെനോയ് എന്ന യവന വാക്കാണ്. അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട. അപ്പോൾ ഇവിടെ ദൈവശ്വാസീയരായി തീർന്ന വിശുദ്ധരായ മനുഷ്യർ പരിശുദ്ധാത്മാവരെ പൂർണ്ണമായി നിയന്ത്രിച്ചു. ഇതാണ് അതിൻ്റെ ആശയം. ദൈവം വെളിപ്പെടുത്തിയ വചനം തെറ്റുകൂടാതെ എഴുതുവാൻ തക്കവണ്ണം പരസ്പര വിരുദ്ധമായി തീരാതിരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നിയന്ത്രിച്ചു. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ അതിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലെ 4 മുതൽ 13 വരെയുള്ള വേദഭാഗത്തിൽ വിശദമായി പറഞ്ഞു. നമ്മൾ അവസാനത്തെ ഭാഗങ്ങൾ മാത്രം വായിക്കുക. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വായിക്കാം. അപ്പോൾ ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചത് മറിഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്ന 7-ാം വാക്യത്തിൽ പറഞ്ഞതിന് ശേഷം അത് ഈ ലോകത്തിലെ പ്രഭുക്കന്മാരും അറിഞ്ഞില്ല. ദൈവം വെളിപ്പെടുത്തിയ മർമ്മം ലോകത്തിലെ ഒരു ജ്ഞാനികൾക്കും പ്രഭുക്കന്മാർക്കും അറിയാൻ പറ്റില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഈ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. എന്നിട്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 64-65 അധ്യായത്തിൽ നിന്നുള്ള വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറയും, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ ദൈവം വെളിപ്പെടുത്തണം. നമ്മുടെ മനസ്സുകൊണ്ട്, ചിന്ത കൊണ്ട്, തോന്നൽ കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല ദൈവത്തിൻ്റെ ഉയർന്ന ചിന്തകൾ. എന്നിട്ട് 10-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 2-ാം അധ്യായം, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം വെളിപ്പെടുത്തുകയാണ് ആത്മാവിനാൽ. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിൻ്റെ ഉള്ളിലുള്ള മർമ്മങ്ങളും ആഴങ്ങളും അറിയാൻ ദൈവം തന്നെയായ ആത്മാവിനല്ലാതെ മറ്റാർക്ക് കഴിയില്ല. ആ ആത്മാവാണ് എല്ലാം വെളിപ്പെടുത്തുന്നത്. ഉദാഹരണം പറയും, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും? ഇപ്പം നിങ്ങളുടെ എൻ്റെയും ഉള്ളിലുള്ള ചിന്തകൾ നമുക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല എന്നതുപോലെ ദൈവത്തിലുള്ളത് ദൈവാത്മാവില്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. 12-ാം വാക്യം, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്ര പ്രാപിച്ച് അത് സ്നാനപ്പെടുന്ന സമയത്ത്, വീണ്ടും ജന്മ സമയത്ത് നമുക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് ദാനമായി. ആ ആത്മാവാണ് ഈ വചനം മുഴുവൻ വെളിപ്പെടുത്തിയ ആത്മാവ്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയത് അറിവാനായി, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. ഇപ്പോൾ ദൈവവചനം അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം വേണം. ഒരു ദൈവ പൈതലിന് ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്രയും പ്രാപിച്ചത്? അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായി തെളിയിക്കുക. അപ്പോൾ അവർ പ്രസംഗിക്കേണ്ട വചനം പോലും ദൈവാത്മാവരെ നിയന്ത്രിച്ചു എന്നത് വ്യക്തമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വചനം എഴുതുവാൻ ഉപയോഗിച്ചതായ വ്യക്തികളെ അവരുടെ ശബ്ദാവലികൾ, അവരുടെ വ്യാകരണ രീതികൾ, എഴുത്ത് ശൈലികൾ, അതൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ അനുവദിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് സൂക്ഷ്മമായി അവരെ നിരീക്ഷിച്ചു, തെറ്റുകൾ വരാതിരിക്കാൻ. അവർ സംസാരിക്കുമ്പോഴും വചനം എഴുതുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശത്തിന് വ്യത്യാസം വരാതിരിക്കാൻ ദൈവാത്മാവ് അവരെ നിയന്ത്രിച്ചു. അതാണ് ദൈവശ്വാസീയരായി. ഇപ്പോൾ ദൈവശ്വാസി എന്ന പ്രവർത്തനം അവിടെ ഈ എഴുത്തുകാരെ ദൈവാത്മാവ് നയിച്ചു, നിയന്ത്രിച്ചു. കാരണം അവരെഴുതുന്നത് യഥാർത്ഥ മൂലഭാഷയിൽ, പുതിയമം യവന ഭാഷയിൽ, മൂലഭാഷയിൽ എഴുതിയത് ഒറിജിനലായി യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനമായിരുന്നു. ദൈവാത്മാവ് നിയന്ത്രിച്ചു. അവിടെ സ്വന്തം ശൈലി ഉപയോഗിച്ചു. ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാകും. അവിടെ ശബ്ദാവലികൾ വിഭിന്നമായിരിക്കും. അതൊക്കെ ഉപയോഗിച്ചു. പക്ഷേ ആശയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെതാണ്. അത് നിയന്ത്രിച്ച ദൈവാത്മാവ്. തെറ്റുപറ്റരുത്, പരസ്പര വിരുദ്ധമാകരുത്. അപ്പോൾ ആത്മാവിൻ്റെ നിയന്ത്രണം നേരത്തെ ഒരു മാസം മുമ്പ് എഴുതിയത് ഇപ്പോൾ എഴുതുന്നത് തമ്മിൽ വ്യത്യാസം വരരുത്. ഇവിടെ ദൈവാത്മാവിനറിയാം എന്താണ് ഇവരിലൂടെ എഴുതപ്പെട്ടത്. അതുകൊണ്ട് അത് ആത്മാവിൻ്റെ സൂക്ഷ്മമായ നിയന്ത്രണമുണ്ടായിരുന്നു. ഇപ്പോൾ വെളിപാടും ദൈവശ്വാസീയതയും, വചനം വെളിപാടാണ്, ദൈവം വെളിപ്പെടുത്തി. എഴുതാൻ ഉപയോഗിച്ചവരെ ദൈവശ്വാസീയരാക്കി മാറ്റി. ഈ തമ്മിൽ വ്യത്യാസമുണ്ട്. വെളിപാടും ദൈവശ്വാസീയയും തമ്മിൽ വ്യത്യാസമുണ്ട്. ബൈബിൾ മുഴുവൻ ദൈവശ്വാസീയ ഗ്രന്ഥമാണ്. പക്ഷേ ബൈബിളിൽ വെളിപാടല്ലാത്ത കാര്യങ്ങളുണ്ട്. എല്ലാം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളല്ല. എഴുത്തുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അത് എഴുതിയിട്ടുണ്ട് ദൈവാത്മാവിൻ്റെ അനുവാദത്തോടെ. ഉദാഹരണത്തിന് പ്രവർത്തന പുസ്തകം 17-ാം അധ്യായം. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17:28 അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്, അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അഥേനയിൽ വെച്ച് പൗലോസ് സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കവികൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നാം ദൈവത്തിൻ്റെ സന്താനമാണെന്ന്.
തീത്തോസിൻ്റെ പുസ്തകം, ഇതേപോലെ മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് വിശദീകരിക്കാം. തീത്തോസ് എന്ന് പറയുന്ന ശിഷ്യൻ എഴുതുമ്പോൾ, ആ പൗലോസ് ആ ശിഷ്യൻ എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ക്രേത്ത് എന്ന് പറയുന്ന ക്രേത്ത എന്ന് പറയുന്ന സ്ഥലത്തുള്ള മനുഷ്യരെക്കുറിച്ചാണ്. ക്രേത്തർ സർവ്വതാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രയെന്ന് അവരിൽ ഒരുവൻ, അവരുടെ വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ക്രേത്തന്മാരെക്കുറിച്ച്, അവരുടെ സ്വഭാവത്തെക്കുറിച്ച് അവരുടെ ഇടയിലുള്ള ഒരു മനുഷ്യൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഉദ്ധരണികൾ, പ്രവർത്തികൾ 17:28 തീത്തോസ് 1:12 പൗലോസ് അവരുടെ നടുവിൽ അവർക്ക് സുപരിചിതരായ രണ്ട് എഴുത്തുകാർ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നൊരു കവി, മറ്റൊന്ന് വേറൊരു വിദ്വാൻ. ഈ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ പൗലോസിന് അറിയാം. പൗലോസ് ആ ഗ്രന്ഥങ്ങൾ വായിച്ചു, കാരണം തന്നെ ഒരു വായനാശീലമുള്ള മനുഷ്യനാണ്, വലിയൊരു ചിന്തകനാണ്. അപ്പോൾ പൗലോസ് ഇതൊക്കെ അവർക്ക് പൗലോസിന് പരിചയമുണ്ട്, ഇവരുടെ ഈ പ്രയോഗങ്ങൾ. ഇത് പൗലോസ് ഉദ്ധരിച്ചു, പക്ഷെ ഉദ്ധരിക്കാൻ ദൈവം അനുവദിച്ചു. അത് വെളിപാട്. പക്ഷെ പൗലോസ് ഇത് അറിയാം. ആ വിഷയം ദൈവശ്വാസീയമായി കിട്ടിയതല്ല, അത് എഴുതാൻ ദൈവാത്മാവ് അനുവദിച്ചു. പക്ഷെ പൗലോസിനറിയാം എന്താണ് എഴുത്തുകാർ പറഞ്ഞത്, അവരുടെ പ്രസ്താവന എന്താണ്. അപ്പോൾ ദൈവശ്വാസീയമായിട്ട് പൗലോസ് അത് രേഖപ്പെടുത്തി, ദൈവവചനത്തിൽ അത് രേഖപ്പെടുത്തി, ദൈവം അനുവദിച്ചു. പക്ഷേ എഴുതിയ വിഷയം പൗലോസിനറിയാം ഈ കവികളും ഈ വിദ്വാനും പറഞ്ഞത് എന്താണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബൈബിൾ മുഴുവനും ദൈവശ്വാസീയമാണ്. പക്ഷെ ചില കാര്യങ്ങൾ എഴുത്തുകാർക്ക് അറിയാവുന്ന വിഷയം എഴുതിയിട്ടുണ്ട്, അത് ദൈവാത്മാവ് അനുവദിച്ചതിൻ്റെ പേരിൽ. അതേപോലെയാണ് ചില സമയങ്ങൾ, കാലങ്ങൾ, വ്യക്തികൾ, ചില ചരിത്ര സംഭവങ്ങൾ, അത് എഴുത്തുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അബ്രഹാം എവിടെ താമസിച്ചു, കർത്താവ് യേശു എവിടെയാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എഴുത്തുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കപ്പർനോമിലേക്കും അല്ലെങ്കിൽ അന്ത്യോക്യയിലേക്കും റോമിലേക്കും കപ്പദോന്യയിലേക്കും ബിഥുനിയിലേക്കും ഇവിടെയുള്ള മനുഷ്യരെക്കുറിച്ച് സംഭവങ്ങളൊക്കെ എഴുത്തുകാർക്ക് അറിയാം, അവർക്ക് സുപരിചിതമാണ്. അതൊന്നും വെളിപാടല്ല. പക്ഷെ അത് എഴുതുവാൻ ദൈവാത്മാവിൻ്റെ നിയന്ത്രണം അവർക്കുണ്ടായിരുന്നു, ദൈവശ്വാസീയമായിരുന്നു. അവരത് എഴുതി, പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിച്ചു കൃത്യമായി എഴുതാൻ. ചരിത്രത്തിൽ എഴുതുന്ന സ്ഥലങ്ങൾ തെറ്റിപ്പോകരുത്. അവിടെ നടന്ന സംഭവങ്ങൾ എഴുതുമ്പോൾ തെറ്റരുത്. അവിടെ നടന്ന ക്ഷാമത്തെക്കുറിച്ച് എഴുതുമ്പോൾ തെറ്റരുത്. അവിടെ ഭരിച്ച ചക്രവർത്തിമാരെയും ഭരണാധികാരികളെയും ഗവർണറെക്കുറിച്ച് എഴുതുമ്പോൾ തെറ്റാനും പാടില്ല. അത് ആത്മാവ് നിയന്ത്രിച്ചു, ഒരു തെറ്റ് സംഭവിക്കാതെ, പരസ്പര വിരുദ്ധമാകാതെ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എഴുത്തുകാരെ നിയന്ത്രിച്ചു, അവരെ കൊണ്ടത് എഴുതിപ്പിച്ചു. അപ്പോൾ അങ്ങനെ മറ്റ് ഒരു പുസ്തകത്തിന് അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ദൈവികമായിട്ടുള്ളൊരു കരം ഈ പുസ്തകത്തിലുണ്ട്, ദൈവശ്വാസീയത. ഈ ദൈവശ്വാസിയുടെ തെളിവുകളിലേക്ക് നോക്കാം പെട്ടെന്ന്. ദൈവശ്വാസിയുടെ തെളിവുകൾ. ഇപ്പോൾ വചനം, ബൈബിൾ ദൈവവചനമാണ്, അതൊരു അവകാശമാണ്. ദൈവവചനം അവകാശപ്പെടുന്നു, വചനം ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവത്തിൻ്റെ പുസ്തകമാണ്. അപ്പോൾ ഇത് ദൈവത്തിൽ നിന്നുള്ള പുസ്തകമാണ് എന്നുള്ളതിൻ്റെ, അഥവാ മനുഷ്യരുടെ ഉൽപ്പന്നമല്ല, മനുഷ്യർ എഴുതിയുണ്ടാക്കി ക്രമീകരിച്ചതല്ല എന്നുള്ളതിന് പല തെളിവുകൾ നമുക്ക് നൽകാൻ കഴിയും. ബൈബിൾ പഠിക്കുന്ന എല്ലാവരും അത് കൃത്യമായി വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കണം. ലോകത്തിലെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ദൈവവചനം, ബൈബിൾ വേറിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ചില ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒന്ന് പ്രധാനപ്പെട്ട രണ്ട് മേഖലകളാണ് കാണേണ്ടത്. ഒന്ന് ബൈബിളിൻ്റെ ഐക്യത, ബൈബിളിൻ്റെ ഐക്യത. രണ്ടാമത് ബൈബിൾ തകർക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല. ഒന്ന് യൂണിറ്റി, രണ്ട് ഇൻഡിസ്ട്രക്റ്റബിലിറ്റി. യൂണിറ്റിയിലേക്ക് നോക്കാം, ഐക്യത. ബൈബിൾ 66 പുസ്തകങ്ങൾ, അതിനകത്ത് കത്തുകളുണ്ട്, മറ്റ് വിവരണങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്. 66 പുസ്തകങ്ങളുടെ സമാഹരണമാണ്. അത് ഏകദേശം 1400 BC മുതൽ, BC താഴേക്കാണ് എണ്ണുന്നത്, 1400 BC മുതൽ ഏകദേശം 96 AD വരെ, ചിലപ്പോൾ 70 എന്ന് പറയാം, വെളിപാട് പുസ്തകത്തെ കണക്കാക്കിക്കൊണ്ടാണ്. 96 AD വരെയുള്ള കാലയളവ്, അത് തന്നെ ഏകദേശം 1500 വർഷം വരെ. 1400 BC മുതൽ 96 AD വരെ, ഏകദേശം 1500 വർഷം. 40ഓളം എഴുത്തുകാർ, ദൈവം ഉപയോഗിച്ച 40ഓളം വ്യക്തികൾ, അവരെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് ഈ 66 ഗ്രന്ഥങ്ങൾ. 66 ഗ്രന്ഥങ്ങൾ. അതിനകത്തുള്ള വാക്യങ്ങളും അധ്യായങ്ങളും പിന്നീട് ചേർക്കപ്പെട്ടതാണ്. 66 പുസ്തകങ്ങൾ. ഈ പുസ്തകം എഴുതാൻ ഉപയോഗിച്ച എഴുത്തുകാർ പരസ്പരം മറ്റുള്ള എഴുത്തുകളെ പരിചയമുള്ളവരായിരുന്നു. അത് പ്രവാചകന്മാരാകാം, പത്രോസിന് പൗലോസിൻ്റെ എഴുത്തറിയാം, പരസ്പരം എഴുത്തുകൾ അറിയാവുന്നവരാണ്. ഈ എഴുത്തുകാർ ചരിത്രത്തിൽ പല സമയങ്ങളിലാണ് ദൈവാത്മാവിലൂടെ എഴുതിയത്. മോശ എഴുതിയ കാലമല്ല ശമൂവേൽ എഴുതിയത്, ശമൂവേൽ എഴുതിയ കാലമല്ല ജോഷുവയും ഏലിയാവും എലീശാവും എഴുതിയത്,
ചെറിയ പ്രവാചകന്മാർ എഴുതിയത് യെശയ്യാവും യെരമ്യാവും എസെക്കേലും മീഖായും ഹബക്കൂക്കും സഫന്യാവും മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ പൗലോസ് പത്രോസ് യൂദ. അപ്പോൾ ഇവരെല്ലാം എഴുതപ്പെട്ട ചരിത്രത്തിൽ ഏകദേശം 1600ഓളം വർഷം, 1500 1600 വർഷത്തിന് ഉള്ളിലാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് 100 വർഷം മാക്സിമം, അതിനപ്പുറം ഇല്ല. അപ്പോൾ എത്രയോ വലിയ കാലയളവുണ്ട് ഇവർ തമ്മിൽ. അതും പല സ്ഥലത്ത് ആയിരിക്കുന്നവരാണ്, ഭൂമിയുടെ പല സ്ഥലത്തിരുന്നു കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സ്ഥലവും നമ്മളെ സ്വാധീനിക്കും. പല സ്ഥലത്താണ് ഇവരിരുന്നത്, പല സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ളവരാണ്. ചിലർ ആട്ടിടയരാണ്, രാജാക്കന്മാരാണ്, പാനപാത്രവാഹകരാണ്, പ്രവാചകനാണ്, കാട്ടത്തിപ്പഴം പറക്കുന്നവനാണ്, ഇങ്ങനെ മുക്കുവന്മാരാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ലോക സാഹചര്യത്തിൽ ജീവിച്ചിരുന്നവർ. അപ്പോൾ അവർ തന്നെ ഭാഷകൾക്ക് വ്യത്യാസം വരും, ഇവിടെ സംസ്കാരത്തിന് വ്യത്യാസം വരും. അവർ ആ പശ്ചാത്തലം ജീവിച്ചിരുന്നവരാണ്. അവരെ ഉപയോഗിച്ചിട്ടാണ് ദൈവാത്മത എഴുതിയത്. ഇത് മനുഷ്യരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഇങ്ങനെയുള്ള പല സ്ഥലത്തുള്ള 40ഓളം എഴുത്തുകാർ, 1500 വർഷത്തിൻ്റെ കാലയളവ്, ഈ കാലയളത്തിൽ ദൈവത്തിൻ്റെ ആത്മ ഇവരിലൂടെ എല്ലാം പകർന്നു തന്നത്, എഴുതപ്പെട്ടത്, വെളിപ്പെടുത്തിയത്. അത് ദൈവാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്. ഇവരിലൂടെയൊക്കെ നൽകിയത് ഒരേ ഒരു സന്ദേശം, സുപ്രധാനമായ ഒരേ ഒരു സന്ദേശം, മനുഷ്യവർഗത്തെ നയിക്കുവാൻ, നിയന്ത്രിക്കാൻ ദൈവം നൽകിയ ഏക സന്ദേശം. ഇതിൽ ബൈബിളിൽ ഈ ഐക്യതയെക്കുറിച്ച് പറയുമ്പോൾ 2 മേഖലകളൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന്, അത് സംഘടിപ്പിച്ചിരിക്കുന്ന രീതിയിലുള്ള ഐക്യത. ഈ പുസ്തകം 66 പുസ്തകങ്ങൾ സംഘടിപ്പിച്ചത്, കൂട്ടിച്ചേർക്കപ്പെട്ടത്, ബൈബിളിൽ പുസ്തകങ്ങളായി ഒന്നായി ചേർക്കപ്പെട്ടതിൻ്റെ ഐക്യത. അത് 3 അവസ്ഥകൾ അത് മനസ്സിലാക്കാനുണ്ട്. 3 വിഷയങ്ങൾ അതിൽ തെളിവായിട്ട് കാണാൻ പറ്റും, അതിൻ്റെ അടിസ്ഥാനമായി കാണാം. അത് നമുക്ക് പറഞ്ഞ് ഇന്നത്തെ അവതരണം അവസാനിപ്പിക്കുക. ഒന്നാമത്, ഈ 66 പുസ്തകങ്ങൾ സംഘടിപ്പിച്ചതിലെ ഐക്യത. ഈ 66 പുസ്തകങ്ങളും ദൈവം മനുഷ്യകുലത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന ആ സന്ദേശത്തിന് ആവശ്യമാണ്. ഈ 66 പുസ്തകങ്ങളും ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും, പ്രവചന പുസ്തകമാകാം, സങ്കീർത്തനങ്ങളാകാം, ഗീതങ്ങളാകാം, വിവരണങ്ങളാകാം, വെളിപാടുകളാകാം, എന്തുമാകട്ടെ, ബൈബിളിലെ 66 പുസ്തകങ്ങളിലും കൂടി നൽകപ്പെട്ട വിഷയങ്ങൾ ആ വേഗ വിഷയത്തിന് പൂർണ്ണമായിട്ടും ആവശ്യമുള്ള വിഷയങ്ങളാണ്. ആവശ്യമില്ലാത്തൊരു പുസ്തകങ്ങൾ പിന്നീട് പല മനുഷ്യരും സമുദായങ്ങളും അപ്പോക്രിഫ തുടങ്ങിയ പുസ്തകങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. ക്രിസ്തു അപ്പോസ്തലന്മാരൊന്നും അംഗീകരിച്ചിട്ടില്ല. ഇന്നും പലരും ബൈബിൾ കൂടാതെ ചില പുസ്തകങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നവരുണ്ട്. ബുക്ക് ഓഫ് മോർമോൺകാർ ബൈബിളിനെ കൂടാതെ വേറൊരു പുസ്തകം അവർ ദൈവശാസ്ത്രീയമായിട്ട് കാണുന്നു. അവിടെ ഒരു എഴുത്തുകാരൻ എഴുതി, അവരുടെ ഒരു സ്ഥാപകൻ എഴുതി, ജോസഫ് സ്മിത്ത് എന്നൊരു സ്ഥാപകൻ എഴുതിയ മോർമോൺ എന്ന പുസ്തകം. പക്ഷെ ബൈബിൾ 66 പുസ്തകങ്ങളും മനുഷ്യന് ആവശ്യമായ പൂർണ്ണമായ സന്ദേശത്തിന് ഈ 66 പുസ്തകം ആവശ്യമാണ്. എന്ന് വെച്ചാൽ അതിൽ അടങ്ങുന്ന വിഷയം ആവശ്യമാണ്. രണ്ടാമത്, ഇതിൻ്റെ സംഘടിതമായ ഐക്യതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബൈബിളിലെ പുസ്തകങ്ങൾ പൂർണ്ണമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഒരു 4 എഴുത്തുകാരിലൂടെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും 4 കാഴ്ചപ്പാടുകളിലൂടെയാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ 4 ഗ്രന്ഥങ്ങളും ആവശ്യമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 എഴുത്തുകാരിലൂടെയും യേശുവിൻ്റെ ജീവിതത്തിലെ 4 തരത്തിലുള്ള കാഴ്ചപ്പാടാണ്. ഈ 4 കാഴ്ചപ്പാടുകളും ആവശ്യമാണ്. ഒരു കാര്യത്തിൽ ചിലപ്പോൾ 4 വശങ്ങളുള്ളതുപോലെ ഈ 4 വശത്തു നിന്നാണ് ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇത് ആവശ്യമാണ്. മൂന്നാമത്തെ ഒരു കാരണം, ഈ സംഘടിതമായ ഐക്യത, ബൈബിളിലെ സംഘടിക്കപ്പെട്ടതിലെ ഐക്യത. ഈ പുസ്തകത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഒരു പ്രധാന തത്വത്തിൽ കേന്ദ്രീകൃതമാണ്. ജീവിതത്തിന് ആവശ്യമായ പ്രധാന തത്വം. ആ തത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെളിപാട്, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവ വെളിപാട്. മനുഷ്യൻ്റെ രക്ഷ, അതാണ് ഏറ്റവും വലിയ വിഷയം. മനുഷ്യൻ രക്ഷിക്കപ്പെടണം. മനുഷ്യൻ കിടക്കുന്ന അധാർമികമായ ദുഷ്ടതയുടെ, തിന്മയുടെ, പാപത്തിൻ്റെ, നാശത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ രക്ഷ പ്രാപിക്കണം. അതിന് വേണ്ട കാര്യം. ഇതിൻ്റെ മറുവശം, മനുഷ്യന് ദൈവത്തോട് വേണ്ട അനുസരണമുള്ള ഉത്തരവാദിത്വം. ഈ ദൈവത്തോട് മനുഷ്യൻ പ്രതികരിക്കണം, അത് അനുസരണത്തോടുകൂടി പ്രതികരിക്കണം. അതാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. ഇതാണ് ബൈബിളിലെ പ്രധാന വിഷയം. ഒന്ന്, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുക, കൂടാതെ മനുഷ്യൻ ദൈവത്തോട് പ്രതികരിക്കേണ്ടത് എപ്രകാരമെന്ന് കാണിച്ച് ഒരു വേദഭാഗം വായിച്ച് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ
ജ്ഞാനിയായ ശലോമോനിലൂടെ ഇപ്രകാരം അവതരിപ്പിക്കപ്പെട്ടു. സഭാപ്രസംഗി 12:13. എല്ലാറ്റിൻ്റെ സാരം കേൾക്കുക. ഇതാണ് എല്ലാറ്റിൻ്റെ സാരം. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. ദൈവത്തുള്ള ഭയം, അതായത് ബഹുമാനം, സ്നേഹം, ആരാധന എല്ലാം ഉൾപ്പെടും. മനുഷ്യൻ ഭയപ്പെടേണ്ട ദൈവത്തെയാണ്. ദൈവത്തിൻ്റെ ആവശ്യകത ജീവിതത്തെ മനസ്സിലാക്കുക. എന്നിട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക. അത് ദൈവത്തുള്ള സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കണം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് ബൈബിളിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടണം. ഇത് വെറുമൊരു പുസ്തകമായിട്ട് വായിക്കരുത്, വെറൊരു പുസ്തകമായിട്ട് കാണുക പോലും അരുത്. ബൈബിൾ കേൾക്കുമ്പോൾ, പഴയ കാലത്ത് എസ്രാ ശാസ്ത്രി ന്യായപ്രമാണം പുസ്തകം വിടർത്തിയപ്പോൾ ജനം എഴുന്നേറ്റ് നിന്നു. എസ്രാ ശാസ്ത്രി അവരുടെ മുകളിലായിരുന്നു എന്ന് പറയും. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയും, നിങ്ങൾ കേട്ടു ദൈവവചനമായിരിക്കുന്ന പോലെ, സാക്ഷാലായിരിക്കുന്ന പോലെ. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ നിങ്ങൾ വചനം കേട്ടു എന്നും പൗലോസ് പറയും. അപ്പോൾ വചനത്തോടുള്ള നമ്മുടെ സമീപനം വളരെ നിർണായകമാണ്. ദൈവം ശ്രദ്ധിക്കുന്നൊരു സമീപനമാണ്. ഈ പുസ്തകത്തെ നമ്മളിങ്ങനെ തൊടാതെ കൊണ്ടു നടക്കണമെന്നല്ല, അതിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ, പുസ്തകത്തിനുള്ള സത്യം കേൾക്കുമ്പോൾ, ആരാ എന്നോട് പറയുന്നത്, ആരാ എന്നോട് സംസാരിക്കുന്നത്? ദൈവം, എൻ്റെ സൃഷ്ടാവ്, എൻ്റെ ഇടയൻ, എൻ്റെ ഉടയവൻ, എൻ്റെ ജീവൻ നൽകി തന്നവൻ, എനിക്ക് ആവശ്യമായ കാര്യമാണ് പറയുന്നത്. എന്നെ നന്നാക്കാൻ, തികഞ്ഞവനാക്കാൻ, വഴി നടത്താൻ, ബലപ്പെടുത്താൻ, പ്രതികൂലങ്ങളെല്ലാം നേരിടുമ്പോൾ ശക്തി കിട്ടാൻ എന്നോട് പറയുകയാണ്. ഞാനതിന് കീഴ്പ്പെടണം. ബൈബിളിൻ്റെ അധികാരം, നമ്മുടെ വിഷയം അതാണ്. ബൈബിളിന് നമ്മുടെ മേലെ അധികാരമുണ്ട്. ലോകത്തിലെ ഒരു ഗ്രന്ഥത്തിനുമില്ല അധികാരം. ദൈവവചനത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടുക ഏറ്റവും പ്രധാനമാണത്. ഇതാണ് ഒരു മനുഷ്യനെ അനുഗ്രഹിക്കാൻ പോകുന്നത്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം ഈ ഐക്യത എന്ന വിഷയത്തിൽ. അടുത്തത് നമ്മൾ അതിൻ്റെ ഉപദേശത്തിലെ ഐക്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അത് നമുക്ക് അടുത്ത പഠനത്തിൽ നമുക്ക്. അപ്പം ഈ പുസ്തകം ഇനി കയ്യിലെടുക്കുമ്പോൾ, കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ എന്താണ് എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവം പറയാനുള്ളത് പറഞ്ഞു കൊടുക്കുക. നമ്മളിടയ്ക്കൊന്നും ചേർക്കരുത്. ദൈവം പറയാനുള്ളത് പറയുക. ദൈവം പറയാനായിരിക്കുന്ന വിധത്തിൽ പറയുക. സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. അത് കേൾക്കുന്നവർ ദൈവവചനത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെട്ടാൽ വചനത്തെ ബഹുമാനിക്കും. ദൈവത്തെ സ്നേഹിച്ചാൽ വചനമനുസരിക്കും. ദൈവനത്തോട് കൂട്ടിച്ചേർക്കുന്നവരും എടുത്തു കളയുന്നവരുടെയും അടിസ്ഥാന പ്രശ്നം ദൈവത്തെ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തിലുള്ള സ്നേഹമോ ബഹുമാനമോ ഭക്തിയോ ആദരവോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.